ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണാത്തതിൻ്റെ കാര്യം ഞാൻ പല ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ലോങ് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഓർഗാനിക് സോപ്പിനെ പറ്റിയിട്ടുള്ള കാണിക്കാനാണ്. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ചെറിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഷോപ്പിലൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ചെറുതായി അടുത്തുള്ള വീടുകളിലും റിലേറ്റീവ്സിന് മാത്രമാണ് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ച് പേർക്ക് സംശയം കേട്ടോ, ഞാനിത് റീസെല്ലിംഗ് ആണോ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ചെയ്യാണോ എന്നൊക്കെ കുറേ പേർക്ക് സംശയം. അപ്പോൾ അവർക്കുള്ള ഒരു മറുപടി ആയിട്ടും കൂടെയാണ് വീഡിയോ. അപ്പോൾ ഞാനിത് ചെയ്യുകയാണ് കേട്ടോ. വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു സോപ്പാണ്. അപ്പോൾ ഞാൻ മിക്കവാറും സോപ്പ് ഉണ്ടാക്കുന്ന പൗഡേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് നമ്മൾ ചെയ്യലില്ല. അത് കാരണം ലൈഫ് കിട്ടില്ല കേട്ടോ. നമ്മൾ സോപ്പ് ഒരുപാട് ദിവസം എടുത്ത് വെക്കുകയാണെങ്കിൽ ലൈഫ് കിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് 1-2 പേര് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ ജ്യൂസ് വെച്ച് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നീം സോപ്പാണ്. അപ്പോൾ പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ ബേസാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. ഒരു 4-5 സോപ്പ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് എടുത്തത്. ഇത് ഗ്ലിസറിൻ ബേസാണ് കേട്ടോ. കുറേ വെറൈറ്റീസ് ബേസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഗ്ലിസറിൻ ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആവണം കേട്ടോ. നമ്മൾ ഇത് ബിസിനസ് പോലെ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റ് ആവണം കേട്ടോ. മെഷർമെൻറ്റ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സോപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ ഒരുപാട് പേരും ചെയ്യണത് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ പൾപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സോപ്പിന് നമുക്ക് ലൈഫ് കിട്ടില്ല എന്നേ ഉള്ളൂ. ഒരു 3 മാസം വരയ്ക്കൊക്കെ വെക്കാം കേട്ടോ. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പൂപ്പല് പോലെയൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ് ചേർക്കാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരുപാട് ദിവസം വെക്കണമെങ്കിൽ നമ്മൾ ഇതിൽ പ്രിസർവേറ്റീവ് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരുപാടില്ല, ചെറുതായിട്ട് അങ്ങോട്ട് ചേർത്ത് നമ്മൾ കൊടുക്കലുണ്ട്. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുള്ള സോപ്പാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ ഈ പൗഡറിനെക്കാളും കാണാൻ ഭംഗിയുള്ള നമ്മൾ ഈ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ സോപ്പുകൾക്കാണ്. അപ്പോൾ ഒരുപാട് പേരും അങ്ങനത്തെയാണ് കേട്ടോ സോപ്പ് ഉണ്ടാകും. മിക്കവാറും ഞാൻ വീഡിയോസിൽ കാണുന്നതും അങ്ങനത്തെ സോപ്പുകൾ തന്നെയാണ് ഇഷ്ടം, അതുതന്നെയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ ബേസിലാണ് കേട്ടോ ഞാൻ സോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള സോപ്പ് ബേസുകൾ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. വില കുറഞ്ഞ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെന്നെങ്കിലും ഒന്നും ബേസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പത വരില്ല കേട്ടോ. കുറേ പേര് പറയണതാണ് പത വരുന്നില്ല എന്നൊക്കെ ഒരു സംശയം. നമ്മൾ വില കുറഞ്ഞ ബേസൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ സോപ്പ് ബേസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പത വരില്ല. അപ്പം നല്ല ക്വാളിറ്റിയുള്ള ബേസ് തന്നെ വാങ്ങിക്കാൻ നോക്കുക. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ നമ്മൾ സോപ്പ് ബേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ തന്നെ സോപ്പ് ബേസ് ഉണ്ടാക്കണം. അടുപ്പത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ ബേസ് കൊണ്ടുവന്ന് വെക്കരുത്. നോൺ സ്റ്റിക്കിലൊന്നും കൊണ്ടുപോയി ബേസ് ഇടാൻ പാടില്ല കേട്ടോ. പിന്നെ ഞാൻ പെർഫ്യൂം നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. നമുക്ക് എത്ര വേണോ അത്രയും ചേർക്കാം. ഞാൻ ഒരുപാടൊന്നും ചേർക്കലില്ല. മീഡിയം ഒരു സ്മെല്ലാണ് നമ്മൾ ഇട്ട് കൊടുക്കൽ. ആർക്കെങ്കിലും നല്ല മണം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതും ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സ്മെല്ലൊന്നും അങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കലൊന്നുമില്ല. ഒരുപാട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മണം ഇല്ലെങ്കിലും ഗുണം കിട്ടിയാൽ മതി. അടിപൊളി സോപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഈ സോപ്പാണ്. അപ്പോൾ ഞാൻ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സിലിക്കൺ മോൾഡാണ് കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സോപ്പ് നമുക്ക് സെറ്റായി കിട്ടും. പിന്നെ നമ്മൾ വെയിറ്റൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പാക്ക് ചെയ്ത്. പിന്നെ അതുകൂടാതെ കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ, ഈ ഓർഗാനിക് സോപ്പൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടുമെന്ന്. ഏതൊരു സാധനം നമ്മൾ ഉപയോഗിച്ച് 2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും നമുക്ക് റിസൾട്ട് തിരിച്ചറിയാൻ പറ്റുക. നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ചിലരുടെ സ്കിന്നിന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, ചിലർക്ക് കുറച്ച് ലേറ്റ് ആവും. ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്കിന്നാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ നീം സോപ്പാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. സോപ്പ്, ഓർഗാനിക് സോപ്പ് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് കുറേ കൂട്ടം സംശയങ്ങളാണ്. മേടിക്കുന്നവർക്ക് ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോസാണിത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സോപ്പുകളാണ്. ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്തടുത്ത വീഡിയോസൊക്കെ നമ്മൾ സോപ്പുകളെ കുറിച്ചിട്ട് ഇടും കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് മെല്ലെ എല്ലാ വീഡിയോസിൽ കാണിക്കാം. എന്തായാലും അടുത്ത വീഡിയോ ബൈ.